ക്രിസ്റ്റഫർ നോളൻ്റെ കറണ്ട് പ്രോജക്റ്റായിട്ടുള്ള ദ ഓഡിസി ഇല്ലേ, ആ സിനിമയുടെ കുറച്ചധികം സ്റ്റിൽസ് ലീക്കായിട്ടുണ്ട്. യൂഷ്വലി നോളൻ്റെ സെറ്റുകളിൽ നിന്ന് അങ്ങനെ സ്റ്റിൽസ് ഒന്നും ലീക്ക് ആവാറില്ല, ഭയങ്കര റയറായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ സംഭവിച്ചാലും നോളൻ ഇങ്ങനെയൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. പുള്ളി നീയൊക്കെ സ്റ്റിൽ കൊണ്ട് കാണിക്കാൻ പറ്റുന്നത് കാണിത് എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് സ്റ്റിൽസൊക്കെയാണ് ലീക്കായിട്ടുള്ളത്. ഈ ഓഡിസി എന്ന് പറയുന്ന കഥ അറിയാവുന്നവർക്കറിയാം. ഇതിനകത്ത് കുറേ അധികം സീനുകൾ കടലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു നോർമൽ ഡയറക്ടർ ആണെങ്കിലും ഒന്ന് CGI ചെയ്യും, ഇല്ല സെറ്റ് വെച്ച് ചെയ്യും. നോളനാണെന്നുണ്ടെങ്കിൽ കടലാണ് ലൊക്കേഷൻ, എന്നാൽ നമുക്ക് കടലിൽ പോയി ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഈ ലൊക്കേഷൻ എല്ലാം കടലിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ടോം ഹോളണ്ടൊക്കെ പേടിച്ച് വരച്ചാണ് ആ ബോട്ടിനകത്ത് ഇരിക്കുന്നത്. എന്ത് സംഭവിക്കുക, ലൈഫിന് വരെ റിസ്ക് എലമെൻറ്റ്സ് ഉള്ള ഷൂട്ടുകളാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ കുറേ അധികം സാധനങ്ങളാണ് ഇപ്പം ലീക്കായിട്ടുള്ളത്. അതിപ്പം ക്രിസ്റ്റഫർ നോളൻ അങ്ങനെയാണ്, പുള്ളി റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം പുള്ളി അതായിട്ട് ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്രിസ്റ്റഫർ നോളനെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഈ സിനിമ ഭയങ്കര രസമായിരിക്കും വരുന്ന സമയത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ നോളൻ ഈ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ എന്നുള്ളൊരു ജോണർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രീക്ക് മിത്തോളജി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ അധികം സാധനങ്ങൾ ഇപ്പം റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റാതെ, ഇപ്പം ഒരു 300 മോൺസ്റ്റർ പോലെയുള്ള സാധനങ്ങളൊന്നും റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യും എന്നുള്ളത് കാണാനായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതുപോലുള്ള ലൊക്കേഷൻ സ്റ്റിൽസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും കടലിൽ വെച്ചിട്ടാണ് ഷൂട്ട് എന്നുള്ളത്. എന്തായാലും സംഭവം കൊള്ളാം.